പണ്ടൊക്കെ ഈ ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ തെരണ്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞ വലിയൊരു ചടങ്ങായിട്ട് സമൂഹത്തിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? ഇന്ന് പൊതുവെ പീരീഡ്സ് ആവുന്നത് ആ ഒരു കുഞ്ഞും അമ്മയും അല്ലാതെ വേറെ ആരും പൊതുവെ അതിനെക്കുറിച്ച് അവെയറും അല്ല. കുട്ടിക്ക് അറിയാം ഇന്നൊരു പ്രായത്തിൽ ഇങ്ങനെ മെനാർക്കാവുന്നതിനെ കുറിച്ച് കുട്ടികൾ പൊതുവെ മുന്നത്തെ ആ ഒരു ജനറേഷനെക്കാട്ടും കുട്ടികൾ കുറച്ചുകൂടി അവെയറാണ്. പക്ഷെ മെനാർക്ക് നേരത്തെ ആവുന്നുണ്ട്. അപ്പം ഈ കുട്ടി ഇത് ആയി എന്നുള്ളത് വേറെ ആരോടും പറയുന്നില്ല, അമ്മയും ആരോടും പറയുന്നില്ല. അപ്പം ഇങ്ങനെ മെഡിസിൻ കൊടുക്കുന്നതിനെ പറ്റിയിട്ടും അങ്ങനെയൊന്നും ആരും അവെയർ അല്ല. അപ്പം അത് അവര് തമ്മിൽ അറിഞ്ഞ് അത് അവിടെ ക്ലോസ് ആക്കി വെക്കുന്നു. പിന്നെ പിറ്റത്തെ മാസം ആയോ എന്നുള്ളത് ഈ അമ്മ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ച് അങ്ങനെ അറിയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്കിപ്പായാൽ അമ്മ മറന്നു പോയാൽ അത് കഴിഞ്ഞു. നോർമലി നമുക്ക് ബ്ലീഡിങ് ഒരു 5 to 6 days, 7 to 8 days വരെ പോയാലും കുഴപ്പമില്ല. നോർമൽ ബ്ലീഡിങ്ങിൽ ഉണ്ടാവുന്നത് 80 to 100 ml ബ്ലഡ് ആണ്. ഒരു നോർമൽ സൈക്കിള് വരുന്നത് 28 days ആണ്. ആവറേജ് നമ്മൾ പറയുകയാണെങ്കിൽ മാസക്കുളി അല്ലെങ്കിൽ മാസം മുറ എന്ന് പറയുന്നത് 28 ദിവസം. ഒരു ചന്ദ്രമാസം എടുത്തിട്ടുണ്ടെങ്കിൽ 28 ദിവസം. അത് ദിവസം കുറഞ്ഞു വരുമ്പോൾ 22-ൽ കുറഞ്ഞാലേ നമ്മളതൊരു പ്രശ്നമാക്കുള്ളൂ. പിന്നെ ഒരു 35-ൽ കൂടുതൽ പോയാലും. അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടായി വരുമ്പോഴേ അവരുടെ അണ്ഡാശയത്തിൽ ഇത്ര അണ്ടങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു അണ്ടങ്ങളോടെയാണ് ആ കുട്ടി വരുന്നത്. പിന്നെ ഒരു 9-10 വയസ്സാകുമ്പോഴത്തേക്ക് സെക്കൻഡറി സെക്ഷൽ ഗ്രോത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 13, 12, 13, ഇപ്പോൾ കുറച്ചുകൂടി നേരത്തെ വരുന്നുണ്ട്, 10 വയസ്സിലൊക്കെ മെനാർക്ക് വരുന്നുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സ് ആയി തുടങ്ങി. പിന്നെ അവർക്കൊരു റെഗുലർ സൈക്കിൾ വേണം. ഒരു ഫസ്റ്റത്തെ ആ ഒരു വർഷം ഒരു റെഗുലർ സൈക്കിള് കുറച്ചൊരു ഇറഗുലാരിറ്റി വരും. ഫസ്റ്റത്തെ വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തത് തൊട്ട് തന്നെ കറക്റ്റ് സൈക്കിൾസ് വരുന്നതാണ്. ആ സൈക്കിൾസ് കുട്ടീൻ്റെ അമ്മയും കുഞ്ഞും കൂടി മോളെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്ന ഡേറ്റിലാണ് നിൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ്. അത് കുട്ടിക്ക് അമ്മ കറക്റ്റായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണ് മോളെ നിൻ്റെ പീരീഡ്സ് ഡേറ്റ്. അടുത്ത മാസം 2 ദിവസം മുന്നേ, 2 ദിവസം ശേഷം, ഒരാഴ്ച മുന്നേ തന്നെ കുട്ടി അത് എക്സ്പെക്ട് ചെയ്ത് നിന്നാൽ കുറച്ചുകൂടി നല്ലതാണ്. പാഡ്സ് ഉപയോഗിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പല വീഡിയോകളും കാണാറുണ്ട്. ഇങ്ങനെ വഴിയിൽ വെച്ച് പീരീഡ്സ് ആയ കുട്ടിയുടെ അവസ്ഥകൾ, അവരുടെ നിസ്സഹായ അവസ്ഥകൾ. അപ്പൊ അതൊക്കെ വരുന്നത് ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ അമ്മമാരെ ബോധവൽക്കരിക്കാത്തതുകൊണ്ടും അമ്മമാരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്.